പ്രത്യേക ബജറ്റ് ചർച്ച തുടരുന്നു. ശ്രീ പി രാജീവ്, ഡിജിറ്റൽ എക്കോണമിയിലേക്കുള്ള ഒരു മാറ്റം, അതിന് തുടക്കമാകുന്ന നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശ്രീധരൻപിള്ള നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ നോട്ട് അസാധുവാക്കലിന് ശേഷം രാജ്യത്തിൻ്റെ പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ 14% പരോക്ഷ നികുതി വരുമാനത്തിൽ 26% വർധനയുണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രോത്സാഹനത്തിൽ നിന്നും ഒരു ഡിജിറ്റൽ എക്കോണമിയിലേക്കുള്ള ഒരു മാറ്റത്തിന് നിദാനമാകുന്ന എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാം? ഒന്ന്, ശ്രീധരൻപിള്ള നല്ല പരിണതപ്രജ്ഞനായ അഭിഭാഷകനാണ്. അദ്ദേഹം ഭരണഘടന ഉദ്ധരിക്കുകയും ചെയ്തു, ഉദ്ധരിച്ചില്ലെങ്കിൽ പരാമർശിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഒരു പ്രധാനമന്ത്രിക്ക് പ്രഖ്യാപനം വഴി കറൻസി നിരോധിക്കാൻ സവിശേഷ അധികാരം നൽകുന്നത്? റിസർവ് ബാങ്കിൻ്റെ ഏത് ചട്ടമാണ് മുഴുവൻ നോട്ടുകൾ നിരോധിക്കാനായിട്ടുള്ള അധികാരം റിസർവ് ബാങ്ക് ഗവർണർക്കോ ഗവൺമെൻറ്റിനോ നൽകുന്നത്? റിസർവ് ബാങ്ക് ചട്ടം മുഴുവൻ ഞാൻ ഈ സന്ദർഭത്തിൽ നോക്കുകയുണ്ടായി. ഒരു സീരിയലിലുള്ള നോട്ട് റിസർവ് ബാങ്കിന് പിൻവലിക്കാം, മൊത്തം നോട്ട് പിൻവലിക്കാൻ റിസർവ് ബാങ്കിന് ചട്ടവുമില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഒരു ആർട്ടിക്കിളും പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ അധികാരം ചെയ്യാം. 360 ഇമ്പോസ് ചെയ്താൽ എക്കണോമിക് എമർജൻസി ആണെങ്കിൽ പ്രധാനമന്ത്രിക്ക് ആ പ്രഖ്യാപനം നടത്താം. അല്ലാതെ ഒരു ഭരണഘടനാപരമായ അധികാരവും പ്രധാനമന്ത്രിക്കേ ഇല്ല. നേരത്തെ 78-ലാണെങ്കിൽ പ്രത്യേക നിയമമാണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞു ഡെപ്പോസിറ്റ് പോലും കമ്പൽസറി ആക്കുന്നു. ഇപ്പോൾ ഡെപ്പോസിറ്റ് ഡിഫാക്ടോ ഡെപ്പോസിറ്റ് കമ്പൽസറിയാണ്. അതൊരു നിയമപ്രകാരമാണ് 74-ൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്. അപ്പോൾ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധമാണ്. അദ്ദേഹം ഭരണഘടന പരാമർശിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. ഈ ഡിജിറ്റൽ എക്കണോമിയിലേക്ക് അത് വരേണ്ടത് തന്നെയാണ്. പക്ഷേ അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ പഴയൊരു സിനിമ ഓർക്കുകയാണ്, അൻപേശിവ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. കമൽഹാസനും മാധവനും അഭിനയിച്ചതാണ്. കമൽഹാസൻ പഴയ തലമുറയും മാധവൻ പുതിയ തലമുറയാണ്. അപ്പോൾ ഇവരുടെ യാത്രയ്ക്കിടയിൽ പൈസ കൊടുക്കാനൊക്കെ കമൽഹാസൻ നോക്കുമ്പോൾ മാധവൻ പറയും വേണ്ട, ഇയാളെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഇയാൾ അത്യാവശ്യം വിശന്നിരിക്കുകയാണ്. സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കും, പല കാർഡുകളുണ്ട്. ഈ കടക്കാരനെ നോക്കിയിട്ട് എവിടെ നിന്ന് കടിച്ചു തുടങ്ങണ്ടേ എന്ന് അയാൾ നോക്കണത്, ഇത് ഭക്ഷണമാണോ? ഇതാണ് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം സ്ഥലങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, കറൻസിയുടെ പരിണാമത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്തൊരു പ്രത്യേകത ഡിജിറ്റൽ കറൻസിക്കുണ്ട്. ബാൾട്ടർ സിസ്റ്റം, അതിൽ നിന്ന് നോട്ടിലേക്കുള്ള കറൻസിയിലേക്കുള്ള പരിണാമഘട്ടത്തിൽ മൂല്യങ്ങൾ അതിനകത്ത് കൃത്യമായി പ്രതിഫലിച്ചിരുന്നു. ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു സാധനം 100 രൂപയുടെ വാങ്ങുമ്പോൾ 2.5 രൂപ അഡീഷണലായി നിങ്ങളുടെ നിന്ന് പോവുകയാണ്. 100 രൂപ ഒരാൾ സ്വീകരിക്കുമ്പോൾ 1.5 രൂപ അഡീഷണലായി പോവുകയാണ്. അപ്പോൾ ഒരു 100 രൂപയുടെ ഒരു ക്രയവിക്രയം 1 ലക്ഷം തവണ നടക്കുമ്പോൾ ഒരു 2.5 ലക്ഷം രൂപ അറിയാതെ തന്നെ ഒരാൾക്ക് ലഭിക്കുകയാണ്, പ്രത്യേകിച്ച് മുതൽ മുടക്കില്ലാതെ. ഇത് ഈ കറൻസി പണപരിണാമത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടമാണ്. അത് പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് സഹായകരമാകുന്ന പ്രക്രിയയായിട്ട് ഇത് പോകാതെ എത്രമാത്രം ശാസ്ത്രീയമായി നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയെയും അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളെയും ഒരുക്കിയെടുക്കുക എന്നതാണ് പ്രധാനം. ശ്രീ കെ വർഗീസ്, ബാങ്കിങ് മേഖലയിൽ ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ഇത്തവണത്തെ ബജറ്റിനോടനുബന്ധിച്ച് ആവർത്തിച്ച് പറയുന്ന വാക്കുകളാണ് ബാങ്കും അല്ലെങ്കിൽ നോട്ട് അസാധുക്കൾ എന്നുള്ള 2 വാക്കുകൾ. ഈ ബാങ്കിങ് മേഖലയുടെ ശുദ്ധീകരണം കൂടി ലക്ഷ്യമിട്ടുള്ള നോട്ട് അസാധുവാക്കൽ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ ബാങ്കിങ് മേഖലയ്ക്ക് നഷ്ടമുണ്ടാക്കിയ പദ്ധതിയാണെന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ബാങ്കിങ് മേഖലയെ പുനരുദ്ധരിക്കുന്നതിനുള്ള, ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ നോട്ട് അസാധുവാക്കൽ കൂടാതെ തന്നെ കിട്ടാക്കടങ്ങളുടെ കൂടുതൽ കൊണ്ട് ബാങ്കിങ് മേഖല പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം സാമ്പത്തിക മേഖലയും അതുപോലുള്ള ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 1 വർഷം കൊണ്ട് തന്നെ കിട്ടാക്കടങ്ങളുടെ തോതിൽ റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് 1.5% വർദ്ധിച്ച് 9% മുകളിലായി. 2018 ആകുമ്പോഴേക്കും കിട്ടാക്കടങ്ങളുടെ തോത് 10% കൂടും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇങ്ങനെ കിട്ടാക്കടങ്ങൾ കൂടുമ്പോഴും ഈ റിക്കവറി വരുന്നത് വളരെ ചെറിയ തോതിലാണ്. പോയ വർഷത്തേക്കാൾ ചെറിയ തോതിലുള്ള റിക്കവറിയാണ് ഈ വർഷം നടന്നിരിക്കുന്നത്. അപ്പോൾ റിക്കവറിയെ സംബന്ധിച്ചിടത്തോളം റിക്കവറിക്കുള്ള ഇഫക്റ്റീവ് മെഷേഴ്സ് ഇന്നും സർഫേസി ഉണ്ട്, അല്ലെങ്കിൽ DRT ഉണ്ടെങ്കിലും നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും അതിന് പുതിയ വിവരണങ്ങൾ നൽകിയുമൊക്കെ അത് കൂടുതൽ ഇന്നെഫക്റ്റീവായിട്ട് വരുന്ന ഒരു സിദ്ധാന്തമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ കിട്ടാക്കടങ്ങൾ തിരിച്ചു പിടിക്കുവാനുള്ള മാർഗങ്ങൾ കൂടുതൽ ദ്രുതഗതിയിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് പുതിയൊരു സജഷൻ ചിലപ്പോൾ ബഡ്ജറ്റിൽ വരാവുന്നത് കിട്ടാക്കടങ്ങൾ എല്ലാം ഒരു ബാങ്കിലേക്ക് മാറ്റിയിട്ട് അത് തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതൊരു അത്ര നല്ല സ്റ്റെപ്പാണ് തോന്നുന്നില്ല. ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിലേക്ക് മാറ്റുന്നു എന്നുള്ളതല്ലാതെ
കിട്ടാക്കടങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ളത്. അതിന് വേണ്ട നിയമങ്ങളുണ്ടെങ്കിൽ തന്നെയും അത് വേണ്ട രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നില്ല. DRT ഒക്കെ വന്നപ്പോഴും വളരെയധികം ആവേശത്തോടെ ആളുകൾ നോക്കിക്കണ്ടതാണ്. പക്ഷേ ഇന്ന് DRTയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പഴയ സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പല കേസുകളും നീണ്ടുപോകുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒന്നുണ്ട്. പിന്നെ നോട്ട് അസാധുവാക്കലിലേക്ക് വരുമ്പോൾ, നോട്ട് അസാധുവാക്കൽ വന്നു കഴിഞ്ഞപ്പോൾ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 മാസമായിട്ട് ഈ നോട്ട് അസാധുവാക്കലുമായിട്ട് ബന്ധപ്പെട്ട പണികൾ മാത്രമാണ് ബാങ്കിങ് മേഖലയ്ക്ക് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് അസാധുവാക്കിയ 500 നോട്ടും 1000 നോട്ടും ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ തന്നെ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ദിവസം മുതൽ 4% അതിന് പലിശ കൊടുക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആ ക്യാഷ് ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ ബാങ്കിൽ 2 മാസത്തോളം നിന്നു. അപ്പോൾ അതിൻ്റെ നഷ്ടം ബാങ്കിന് സഹിക്കേണ്ടിയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ ബാങ്ക് എംപ്ലോയീസ് മുഴുവൻ തന്നെ 2 മാസം ഈ നോട്ട് അസാധുവാക്കലുമായിട്ട് ബന്ധപ്പെട്ട പണികൾ ചെയ്തിരുന്നത് കൊണ്ട് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഓവർ ടൈം ഒക്കെ ഇരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് വന്ന ആ ചെലവ് അതും പരിഹരിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു നല്ല വശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട് അസാധുവാക്കലുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അക്കൗണ്ടിലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും ഡെപ്പോസിറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ആ കൂടിയ നിക്ഷേപം ഇനി വരുന്ന നാളുകളിലും നിൽക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ RBI ഇന്നലെ ഇറക്കിയ ഉത്തരവനുസരിച്ചിട്ട് കറണ്ട് അക്കൗണ്ടിലുള്ള ഡെപ്പോസിറ്റിൻ്റെ പിൻവലിക്കാനുള്ള എല്ലാ നിബന്ധനകളും എടുത്തു കളഞ്ഞു. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ള നിബന്ധനകൾ മാത്രമാണ് 24,000 എന്നുള്ളത് ഇപ്പോഴും തുടരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എത്ര നാളത്തേക്ക് നിലനിൽക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ കിട്ടാക്കടങ്ങൾ കൂടുമ്പോൾ പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപിറ്റലൈസേഷൻ വളരെയധികം ആവശ്യമാണ്. 2015 ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞതനുസരിച്ച് 2016 25,000 കോടിയും 2017 25,000 കോടിയും 2018 19 10,000 കോടിയും വെച്ച് 70,000 കോടിയോളം പൊതുമേഖലാ ബാങ്കുകൾക്ക് നൽകുമെന്നാണ്. അപ്പോൾ ആ 25,000 കോടിയെങ്കിലും കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഫിച്ചിൻ്റെ കണക്കൂട്ടലനുസരിച്ച് 6 ലക്ഷം കോടിയാണ് ഈ പൊതുമേഖലാ ബാങ്കുകൾക്ക് റീക്യാപിറ്റലൈസേഷന് വേണ്ടി ആവശ്യമുള്ളത്. ആ പശ്ചാത്തലത്തിൽ 25,000 കോടിയെങ്കിലും വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ശ്രീ CD ജോസൺ, ബാങ്കിങ് ജീവനക്കാരുടെ സംഘടനയുടെ നേതാവാണ്. ബാങ്കുകളുടെ സമഗ്രമായ പരിഷ്കരണത്തിന് ജീവനക്കാരോട് നൽകുന്ന നിർദ്ദേശം എന്താണ്? ഇവിടെ ബാങ്കുകളിൽ പെട്ടെന്ന് കുമിഞ്ഞുകൂടിയ 6 ലക്ഷം കോടി രൂപ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിച്ച് റിവേഴ്സ് റിപ്പോ റേറ്റിൽ 5.25% ബാങ്കുകൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുത്തില്ല. മാത്രമല്ല 1 ലക്ഷം കോടിയോളം രൂപ നല്ല നിലനിൽക്കുന്ന വായ്പകളിൽ ഈ 500, 1000 നോട്ടുകൾ കമ്പനികൾ അടച്ചതുകൊണ്ട് സാധാരണയിൽ നിന്ന് കവിഞ്ഞ് 1 ലക്ഷം കോടി വായ്പ പെട്ടെന്ന് കുറഞ്ഞ സാഹചര്യമുണ്ടായി. അതോടൊപ്പം വായ്പകളൊന്നും കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. നോട്ടിനുള്ള ഓട്ടം മാത്രമായിരുന്നു ബാങ്കുകളിൽ ഉണ്ടായിരുന്നത് എന്നുള്ള പ്രതിസന്ധി മറ്റൊന്ന്. അതേസമയം വൻകിട കിട്ടാക്കടങ്ങൾ രൂക്ഷമായി തുടരുകയും ചെയ്തു. ഇവിടെ അടിസ്ഥാനപരമായി ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചെറുകിടക്കാർക്ക് ജപ്തി, വൻകിടക്കാർക്ക് സ്വസ്തി എന്ന ഒരു സമീപനം ദൗർഭാഗ്യവശാൽ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. കിട്ടാക്കടത്തിൻ്റെ ബഹുഭൂരിഭാഗവും വരുത്തി വെച്ചിട്ടുള്ളത് അതിസമ്പന്നരായിട്ട് ഇപ്പോഴും വിരാജിക്കുന്ന കോർപ്പറേറ്റുകളും വലിയ മുതലാളിമാരുമാണ്. അവിടെ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നതിൽ വലിയ അലംഭാവവും അതിൽ നിയമപരമായ ഒരു ശാക്തീകരണത്തിൻ്റെ അഭാവവുമുണ്ട്. ഇപ്പോൾ മനഃപൂർവ്വം കുടിശ്ശിക വരുത്തുന്ന വിൽഫുൾ ഡിഫോൾട്ടർ എന്ന് കോടതി പോലും പ്രഖ്യാപിക്കുന്ന കേസുകളുണ്ട്. അതായത് ഒരു ആവശ്യത്തിന് വായ്പ എടുത്തിട്ട് ആ ആവശ്യത്തിന് ഉപയോഗിക്കുക പോലും ചെയ്യാതെ മനഃപൂർവ്വം കിട്ടാക്കടം വരുത്തുന്ന ഒരു വ്യവസായം തന്നെ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുണ്ട്. അത് ബാങ്കുകളുടെ തലപ്പത്തുള്ളവരും കോർപ്പറേറ്റുകളും ഗവൺമെൻറ്റും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവിടെ അക്കൗണ്ടബിലിറ്റിയുടെ ഒരു പ്രശ്നവും വിൽഫുൾ ഡിഫോൾട്ട് ക്രിമിനൽ കുറ്റമാക്കി പ്രഖ്യാപിക്കുകയും കൂടുതൽ അതിവേഗ കോടതികൾ, സംവിധാനങ്ങൾ റിക്കവറി ചെയ്യാനുള്ള ശക്തമായ നടപടികളൊക്കെ ഉണ്ടാവുകയും കിട്ടാക്കടം തിരിച്ചു പിടിക്കുന്നതിന് പകരം അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി, അതുപോലെ സ്ട്രാറ്റജിക് ഡെറ്റ് റീസ്ട്രക്ചറിങ്, കോർപ്പറേറ്റ് ഡെറ്റ് റീസ്ട്രക്ചർ, വൺ ടൈം സെറ്റിൽമെൻറ്റ്, വെയ്വറിങ്, അങ്ങനെ ഡെറ്റ് ഈക്വിറ്റി കൺവേർഷൻ പല മാർഗങ്ങളിലൂടെ കിട്ടാക്കടത്തെ മറച്ചു വയ്ക്കുകയോ കുറച്ച് കാണിക്കുകയോ ചെയ്യുന്നത്, അതിനൊരു പരിഹാരം ഉണ്ടാവണം. ഈ ശ്രീമതി ലാലി വിൻസെൻ്റ്, കിട്ടാക്കടം തിരിച്ചു പിടിക്കുന്നതിൽ കഴിഞ്ഞ സർക്കാർ UPS സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായതായി ആരോപണം ഉയർന്നിരുന്നു. ഈ ബാങ്കിങ് മേഖലയുടെ പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ സർക്കാർ കൂടിയാണെന്നാണ് NDA സർക്കാരിൻ്റെ വാദം. അത് ഞാൻ നിഷേധിക്കുന്നു. കാരണം കിട്ടാക്കടം പിരിച്ചെടുക്കുക എന്നുള്ളത്
നിയമബന്ധിതമായി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. ഈ കിട്ടാക്കടത്തിൻ്റെ കാര്യത്തിൽ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന BJP ഗവൺമെൻറ്റിന് അത് പറയാൻ യാതൊരു അവകാശവുമില്ല. അന്ന് UPA ഗവൺമെൻറ് കർഷകരുടെയും സാധാരണക്കാരുടെയും കിട്ടാക്കടങ്ങൾ എഴുതി തള്ളിയിരുന്നു. അവർക്ക് അത് അടയ്ക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് അവരുടെ സാമ്പത്തിക സുരക്ഷയുടെ ഒരു ഭാഗമായിരുന്നു. അതിനെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ സ്വിച്ച് ഓവർ ചെയ്തു പോയി. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യമായിരുന്നു. പ്രധാനമന്ത്രി കള്ളപ്പണം തടയുന്നതിനു വേണ്ടിയാണ് ഡീമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത് എന്ന വാദത്തെ തന്നെ ശക്തമായി നമ്മൾ എതിർക്കുകയാണ്. കാരണം ഡീമോണിറ്റൈസേഷൻ അല്ല അതിന് പരിഹാരം. നിയമമുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാനുള്ള ഇച്ഛാശക്തിയുമുണ്ട്. അത് കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് നികുതികൾ ഈടാക്കാൻ കഴിയുമായിരുന്നു. പൂഴ്ത്തിവെക്കുന്ന പണമാണെങ്കിലും ആ പണം മറ്റേതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വ്യവസായത്തിലോ കൃഷിയിലോ വാണിജ്യത്തിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട് നികുതി ഇനങ്ങൾ കിട്ടുകയും ചെയ്യുമായിരുന്നു. അതിനൊന്നും നിൽക്കാതെ കള്ളപ്പണത്തിനെ നിരോധിക്കുന്ന നിയമം കൊണ്ടുവരുമെന്നാണ് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നത്. വിദേശ നിക്ഷേപത്തിലുള്ള പണം, കളവായിട്ടുള്ള പണം കൊണ്ടുവന്ന് ഓരോ പൗരൻ്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം വീതം ഇടുമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ സാധാരണക്കാരനെ സഹായിച്ചു എന്ന് പറയാൻ കഴിയും. പക്ഷേ നിയമത്തെ തന്നെ മൊത്തം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ടുവന്നിട്ട് സാധാരണ ജനത്തിൻ്റെ കയ്യിലുള്ള കടം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നടപടി ആരംഭിക്കുമെന്നും അതിന് ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും പറയുന്നത് ശരിയല്ല. ശ്രീധരൻപിള്ള മറുപടി. ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഇത് പറയുമ്പം ഞാൻ എൻ്റെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ വക്കീൽമാരാണ് ഹൈക്കോടതിയിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ BJP സർക്കാർ വന്ന ശേഷം ഇപ്പോൾ കിട്ടാക്കടമായി വന്ന് ഒരു ലോൺ സാങ്ഷനായ മേജർ അത്തരത്തിലുള്ള സമ്പന്നരായവരാളുടെ ഒരു സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? ഇതൊന്നും ഞാൻ അവരെ UPAയും കുറ്റപ്പെടുത്തുകയല്ല, ഓരോ ബാങ്കുകൾ തീരുമാനിക്കുന്നു അതിൻ്റെ. പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയത്തിൽ ഇന്ധനമാക്കി മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ പ്രസക്തിയൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. പിന്നെ രണ്ടാമത് എൻ്റെ സുഹൃത്ത് പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി എങ്ങനെ പ്രഖ്യാപിച്ചു, എങ്ങനെയാണ് 78 ലക്ഷം പട്ടിയിൽ അന്നത്തെ ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചത്? എങ്ങനെയാണ്? ഇനി ഭരണഘടനയിൽ എവിടെയാണ് നോട്ട് പിൻവലിക്കുന്നത് ഇന്നാൾ പ്രഖ്യാപിക്കണം എന്നെവിടെയാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത്? ഭരണഘടനയൊരു വ്യവസ്ഥയില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എഴുതപ്പെടാത്ത, നിശ്ചയിക്കപ്പെടാത്ത എല്ലാ അധികാരങ്ങളും കേന്ദ്ര ക്യാബിനറ്റിനാണ്. എൻ്റെ മഹതി എന്നോട് യോജിക്കും. അപ്പോൾ പ്രധാനമന്ത്രിയിലാണ് അധികാരം നിശ്ചിതമായിട്ടുള്ളത്. അത് പ്രഖ്യാപിച്ചാൽ മഹാപരാധം. ഈ തരത്തിൽ ഈ കോടതി മുറിയിൽ ഏത് കക്ഷിക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഞങ്ങൾ ഈ സാങ്കേതികത്വം പറയും രക്ഷപ്പെടാൻ. അതാണ് റൂളിങ്ങൊക്കെ കൊണ്ടുവച്ചിട്ട് അടിക്കും. സത്യമായിട്ട് അതിന് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേപോലുള്ളൊരു വാദഗതിയാണ് ഇവിടെ പ്രശ്നം. ഞാൻ പറഞ്ഞത് ഈ അധിക നികുതി നമുക്ക് 3-4 മേഖല ഞാൻ പറഞ്ഞു കിട്ടിയ സാഹചര്യം ഇപ്പോഴേ നോട്ടിൻ്റെ ഷോർട്ടേജിനെ സംബന്ധിച്ചും പരിഹരിക്കാൻ സാധിക്കുന്നു. ഇനിയും തൊഴിൽ മേഖലയിലും മറ്റും ഉണ്ടായ ചില കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തോട് പറഞ്ഞത്, ഈ 2.5 കൊല്ലം മുമ്പ് ഈ സർക്കാർ അധികാരം വെക്കുമ്പം 4.6% ഉള്ളത് 7.1 ആയിക്കോട്ടെ, അത്രയെങ്കിലും ആയിക്കോട്ടെ, ആ 7.1 എത്തിച്ചില്ലേ? ഇത് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡാണ്. അതുകൊണ്ടാണ് ഞാൻ വാജ്പേയിയുടെ കാലം തൊട്ട് പറയും. ഇത് ബേസിക്കലി നമുക്ക് ചർച്ച ചെയ്യാം, ഓരോ മേഖല എടുത്തിട്ട് വേണം ചർച്ച ചെയ്യാം. അതുകൊണ്ട് പ്രചരണം ശരിയാണ്, കേരളത്തിൽ പ്രചരിപ്പിക്കാം. കാരണം ഈ 2 കൂട്ടരും പറഞ്ഞാൽ 84% വോട്ട് ഇവർക്ക് 2 കൂടെ കിട്ടും. ഞങ്ങൾ 10, 12, 13 ചെറിയൊരു കക്ഷിയാണ്. അതുകൊണ്ട് പ്രചരണം മുഴുവൻ അവരതാണ്. ഈ പ്രചരണം വഴി രാജ്യത്ത് ഏറ്റവും ഗുണം ചെയ്യേണ്ട ഒരു മേഖലയെ ഒരു കാര്യത്തെ പ്രചരണരംഗം ഒന്നടങ്കം ചേർന്ന് ജനമനസ്സുകളെ തെറ്റിദ്ധരിപ്പിച്ചു, കുപ്രചരണം നടത്തി. ആ കുപ്രചരണം ഉണ്ടാക്കിയ ആശങ്കയാണ് യഥാർത്ഥ പ്രശ്നം. അത് പരിഹരിക്കാനുള്ള ശ്രമവും ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നികുതിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. ഇപ്പോൾ വന്ന ഈ പണം 15, 14 എന്നോ 15 2 തർക്കമുണ്ട് ലക്ഷം കോടി രൂപ എത്തിയപ്പോൾ അതെല്ലാം സോഴ്സ് പറഞ്ഞല്ലേ പറ്റുള്ളൂ. സോഴ്സ് പറയേണ്ടി വരുമ്പോൾ സോഴ്സ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ പക്ഷം 45% സർക്കാരിലേക്ക് കൊടുക്കേണ്ടി വരില്ലേ? അത് 80% വരെ ആകും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ വരുന്ന അവസരത്തിൽ ദിശാബോധത്തോടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് 2022 ആകുമ്പോഴേക്കും കിടപ്പാടമില്ലാത്ത ഒരാളുണ്ടാകില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇപ്പോൾ EMSൻ്റെ പേരിൽ ഇവിടെ ഭവന നിർമ്മാണ പദ്ധതി നടത്തുന്നു കേരള സർക്കാർ. ബഡ്ജറ്റ് 20,000 കോടി രൂപയും വന്നിട്ടുണ്ട്. എവിടുന്ന് ആ തുക വന്നിട്ടുള്ളത്? ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ല. അപ്പോൾ സഹകരിച്ചു പോകേണ്ടതാണ്. ആ മേഖലയിൽ കേരളമല്ലാതെ ഒരു സംസ്ഥാനവും അത് പറഞ്ഞ് ഒരു മണിക്കൂറിൽ എതിർത്തുകൊണ്ട് ഞാൻ ചോദിച്ചു, അങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ കേന്ദ്രം എന്ത് ചെയ്യും?
നിസ്സഹായമാവുമല്ലേ? പട്ടാളത്തെ അയച്ചിട്ട് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുമോ? ചെയ്യേണ്ടത് ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ തരത്തിൽ വളരെ കേന്ദ്രമായ ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകുന്ന ഒരു സംസ്ഥാനം അത് ഏക്കാലത്തും ഉണ്ടായിട്ട് CPM വന്നിട്ടുള്ളപ്പോൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. പണ്ടത്തെ 67-ലായാലും 57-ലായാലും എല്ലാം അതാണ്. അത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക്, സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വിനാശകരമാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷവും നമ്മുടെ മുഖ്യമന്ത്രി അവിടെ എത്തിയപ്പം, ഡൽഹിയിലെത്തിയപ്പം അവിടെ ചെന്ന് കണ്ടപ്പം എന്താ ചോദിച്ചാൽ അത് കൊടുത്ത് തരാം എന്ന് പരിഗണിച്ചല്ലേ വിട്ടത്. അതുകൊണ്ട് സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാകണം. ഇത് ദൗർഭാഗ്യകരമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേക ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം.